കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത് മിഡിൽ ഈസ്റ്റിലെ പുതിയ രാഷ്ട്രീയ നീക്കങ്ങളെയാണ്. നമ്മളിൽ പലരും ശ്രദ്ധിക്കാതെ പോയ ഒരു സംഭവം അവിടെ അരങ്ങേറിയിട്ടുണ്ട്. ഒരുപക്ഷെ അത് ലോക രാഷ്ട്രീയത്തെ തന്നെ മാറ്റിമറിച്ചേക്കാം. ഖത്തറിലേക്ക് ഇസ്രായേൽ നടത്തിയ മിസൈൽ ആക്രമണവും അതിനെ തുടർന്ന് അറബ് ലോകത്തുണ്ടായ പ്രതികരണവുമാണ് ഇപ്പോൾ ചർച്ചാ വിഷയം. ഇസ്രായേലിന്റെ ആക്രമണം ഒരു സാധാരണ സംഭവം മാത്രമായിരുന്നില്ല, അതൊരു മുന്നറിയിപ്പായിരുന്നു. എന്നാൽ ഈ മുന്നറിയിപ്പ് ഒരുപക്ഷെ ഇസ്രായേൽ പോലും ഭയന്നിരുന്ന ഒരു കാര്യത്തിലേക്ക് വഴി തുറന്നിരിക്കുകയാണ്. ഒരു പുതിയ അറബ് ഇസ്ലാമിക് സൈനിക സഖ്യത്തിന്റെ പിറവി, ഒരു അറബ് നാറ്റോ എന്ന ആശയം ഇപ്പോൾ സജീവമാണ്. ഇത് യാഥാർത്ഥ്യമായാൽ അത് ഇന്ത്യയുടെ നിലവിലെ നയതന്ത്ര ബന്ധങ്ങളെയും സുരക്ഷയെയും എങ്ങനെ ബാധിക്കും? ഏറ്റവും പ്രധാനമായി ഇന്ത്യ ഇതിനെ എങ്ങനെ ശക്തമായി നേരിടണം? ഇതെല്ലാമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇതൊരു ചെറിയ സംഭവം മാത്രമല്ല, ഇത് ഇന്ത്യയെ നേരിട്ട് ബാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായും കാണാൻ ശ്രമിക്കുക. എന്താണ് ഖത്തറിൽ സംഭവിച്ചത്? ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിൽ മധ്യസ്ഥ ചർച്ചകൾ നടക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന രാജ്യമാണ് ഖത്തർ. എന്നാൽ മുതിർന്ന ഹമാസ് നേതാക്കളെ വധിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇസ്രായേൽ ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിൽ ഒരു മിസൈൽ ആക്രമണം നടത്തി. അന്താരാഷ്ട്ര നിയമങ്ങളെ പരസ്യമായി ലംഘിച്ചുകൊണ്ടുള്ള ഈ നടപടി അറബ് രാജ്യങ്ങളെ ഒന്നടങ്കം പ്രകോപിപ്പിച്ചു. ഭീകരരെ സംരക്ഷിക്കുന്ന ഏതൊരു രാജ്യവും അതിന്റെ അനന്തരഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നായിരുന്നു ആക്രമണത്തെ ന്യായീകരിച്ചുകൊണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രസ്താവന. ഇത് കേവലം ഒരു പ്രസ്താവനയായിരുന്നില്ല, മറിച്ച് ഒരു പരമാധികാര രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ നേരിട്ടുള്ള ഇടപെടൽ നടത്തുമെന്നതിന്റെ സൂചനയായിരുന്നു. ഒരു പരമാധികാര രാജ്യത്തിന്റെ തലസ്ഥാനത്ത് നടത്തിയ ഈ ആക്രമണം ഒരു രാജ്യത്തിന് മാത്രമുള്ള ഭീഷണിയല്ല, മറിച്ച് മുഴുവൻ അറബ് ലോകത്തിനുമുള്ള വെല്ലുവിളിയാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. അറബ് രാജ്യങ്ങളുടെ സുരക്ഷയെ ചോദ്യം ചെയ്യുന്ന ഈ നടപടി ഭാവിയിൽ അവർക്ക് നേരെയും ഉണ്ടാകാമെന്ന അവരെ ഒന്നിച്ചു നിർത്തി. ഇതിനെ തുടർന്നാണ് അറബ് ഇസ്ലാമിക രാജ്യങ്ങളുടെ നേതാക്കൾ ഖത്തറിൽ ഒരു അടിയന്തര ഉച്ചകോടിക്ക് യോഗം ചേർന്നത്. ഒരു അറബ് നാറ്റോ രൂപീകരിക്കുമോ? ഈജിപ്ത്, പാകിസ്ഥാൻ, തുർക്കി, ഇറാൻ, UAE, സൗദി അറേബ്യ തുടങ്ങി 40-ലധികം രാജ്യങ്ങളിലെ പ്രതിനിധികൾ പങ്കെടുത്ത ഈ ഉച്ചകോടി ചരിത്ര പ്രസിദ്ധമാണ്. ഈ യോഗത്തിൽ ഗാസയിലെ വെടിനിർത്തൽ ചർച്ച ചെയ്തെങ്കിലും പ്രധാന വിഷയം ഇസ്രായേലിനെതിരെ ശക്തമായ ഒരു സൈനിക സഖ്യം രൂപീകരിക്കുക എന്നതായിരുന്നു. തുർക്കി പ്രസിഡന്റ് രജബ് ത്വയ്യിബ് എർദോഗൻ ഇസ്രായേലിനെ സാമ്പത്തികമായി ഒറ്റപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടു. തുർക്കിയുടെ പ്രതിരോധ സാമ്പത്തിക ശക്തി കണക്കിലെടുത്താൽ ഈ ആവശ്യം വളരെ ഗൗരവമുള്ളതാണ്. അതേസമയം ഈജിപ്ത്, ഇറാഖ്, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളും ഒരു അറബ് നാറ്റോ എന്ന ആശയം മുന്നോട്ട് വെച്ചു. ഇറാഖ് പ്രധാനമന്ത്രി മുഹമ്മദ് ഷിയ അൽ സുഡാനിയുടെ വാക്കുകൾ ശ്രദ്ധേയമാണ്. മുസ്ലിം രാജ്യങ്ങൾക്ക് സ്വയം പ്രതിരോധിക്കാൻ ഒരു സംയുക്ത സൈനിക സേന രൂപീകരിക്കാൻ കഴിയാത്തതിന് ഒരു കാരണവുമില്ല. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും വിദേശകാര്യമന്ത്രി ഇഷാഖ് ദറും ഇസ്രായേലി പദ്ധതികളെ ചെറുക്കാൻ ഒരു അറബ് ഇസ്ലാമിക് ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കണമെന്ന് ശക്തമായി ആവശ്യം മുന്നോട്ട് വെച്ചു. ഈ സൈനിക സഖ്യം യാഥാർത്ഥ്യമായാൽ അതൊരു സാധാരണ കൂട്ടായ്മയായിരിക്കില്ല. നാറ്റോ സഖ്യത്തിന് സമാനമായി ഒരംഗത്തിനെതിരായ ആക്രമണം എല്ലാവർക്കും എതിരെയുള്ള ആക്രമണമായി കണക്കാക്കും. ഇങ്ങനെ ഒരു സഖ്യം രൂപീകരിച്ചാൽ അത് ഇന്ത്യയെ എങ്ങനെ ബാധിക്കും? ഇന്ത്യക്ക് സംഭവിക്കാവുന്ന ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ. ഒരു അറബ് ഇസ്ലാമിക് നാറ്റോ യാഥാർത്ഥ്യമായാൽ ഇന്ത്യയെ സംബന്ധിച്ച് ഇത് വലിയ വെല്ലുവിളികൾ ഉയർത്തും. ഇത് നമ്മുടെ സുരക്ഷ, ഊർജ ആവശ്യകത, നയതന്ത്ര ബന്ധങ്ങൾ എന്നിവയെ നേരിട്ട് ബാധിക്കും. മാത്രമല്ല, പാകിസ്ഥാന്റെ സ്വാധീനം വർദ്ധിക്കും. ഈ സഖ്യം രൂപീകരിക്കാൻ പാകിസ്ഥാൻ ശക്തമായി ശ്രമിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ പാകിസ്ഥാൻ ഈ അവസരം ഉപയോഗിക്കും. മുൻകാലങ്ങളിൽ കശ്മീർ വിഷയത്തിൽ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോഓപ്പറേഷൻ പോലെയുള്ള വേദികളിൽ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ നിരന്തരം ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. എന്നാൽ ഈ വേദികളിലെല്ലാം പാകിസ്ഥാന് കാര്യമായ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഒരു പുതിയ സൈനിക സഖ്യം പാകിസ്ഥാന് കൂടുതൽ കരുത്ത് പകരും. നാറ്റോ ശൈലിയിലുള്ള ഒരു സഖ്യത്തിൽ അംഗമാകുമ്പോൾ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ കൂടുതൽ ധൈര്യത്തോടെ നിലപാടുകൾ സ്വീകരിക്കാനുള്ള സാധ്യതകളുണ്ട്. 2, തുർക്കിയുടെ പിന്തുണയാണ്. ഈ സഖ്യത്തിൽ തുർക്കിയുടെ പിന്തുണ ഉണ്ടാകുമെന്നത് ഇന്ത്യക്ക് ഒരു വലിയ വെല്ലുവിളിയാണ്. പ്രസിഡന്റ് എർദോഗന്റെ നേതൃത്വത്തിൽ തുർക്കി പാകിസ്ഥാന് ശക്തമായ പിന്തുണയാണ് നൽകി വരുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ പോലെയുള്ള ദൗത്യങ്ങളിൽ തുർക്കി പാകിസ്ഥാന് സൈനിക സഹായം നൽകിയിരുന്നു. സാമ്പത്തികമായും സൈനികമായും ശക്തമായ തുർക്കി ഇങ്ങനെയൊരു സഖ്യത്തിൽ ചേരുന്നത് ഇന്ത്യയുടെ പ്രതിരോധ മേഖലയ്ക്ക് വലിയൊരു ഭീഷണി ഉണ്ടാക്കാം. പിന്നെ ചൈന, പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി പദ്ധതിയിലെ തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ തുർക്കി പാകിസ്ഥാനുമായി സഹകരിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഇന്ത്യയും ഇസ്രായേലും തമ്മിൽ പ്രതിരോധം, സാങ്കേതിക വിദ്യ, ഊർജം തുടങ്ങിയ മേഖലകളിൽ വലിയ സഹകരണമുണ്ട്. എന്നാൽ ഈ സഖ്യം രൂപീകരിക്കപ്പെടുന്നതിന്റെ പ്രധാന ലക്ഷ്യം ഇസ്രായേലിനെതിരെ നീങ്ങുക എന്നതാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇസ്രായേലുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഇന്ത്യ ഒരു അറബ് ഇസ്ലാമിക് സഖ്യത്തിന്റെ ശത്രു രാജ്യമായി പരിഗണിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇത് ഗൾഫ് രാജ്യങ്ങൾ
രാജ്യങ്ങളുമായുള്ള നമ്മുടെ ഊർജ്ജ വ്യാപാര ബന്ധങ്ങളെ ദോഷകരമായി ബാധിച്ചേക്കാം. ഇന്ത്യയുടെ എണ്ണ, പ്രകൃതിവാതക ഇറക്കുമതിയുടെ ഭൂരിഭാഗവും ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ്. ഈ ബന്ധങ്ങൾക്ക് എന്തെങ്കിലും കോട്ടം സംഭവിച്ചാൽ അത് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ വലിയ തോതിൽ ബാധിക്കും. അപ്പോൾ ഇന്ത്യ ഇതിനെ എങ്ങനെ ശക്തമായി നേരിടും? ഒരു അറബ് നാറ്റോ യാഥാർത്ഥ്യമാകുമോ എന്നത് ഇപ്പോഴും വ്യക്തമല്ല. എങ്കിലും ഈ ചർച്ചകൾ ഒരു മുന്നറിയിപ്പാണ്. ഇന്ത്യ ഈ സാഹചര്യത്തെ ശക്തമായി നേരിടാൻ വളരെ സൂക്ഷ്മതയോടെയും കരുതലോടെയും നയങ്ങൾ രൂപീകരിക്കേണ്ടതുണ്ട്. ഒന്നാമത്, നയതന്ത്ര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുക. നമ്മുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ നയതന്ത്രം ഒരു നിർണായകമായ ഘടകമാണ്. പാകിസ്ഥാനെ ഈ സഖ്യത്തിൽ നിന്ന് ഒറ്റപ്പെടുത്താനും ഇന്ത്യയുടെ നിലപാടുകൾ വ്യക്തമാക്കാനും അറബ് ഇസ്ലാമിക രാജ്യങ്ങളുമായി കൂടുതൽ നയതന്ത്ര ചർച്ചകൾ നടത്തണം. സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് പോലെയുള്ള രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ ശക്തമായ സൗഹൃദം ഇതിന് സഹായകരമാകും. ഇരു രാജ്യങ്ങളുമായും ഇന്ത്യക്ക് മികച്ച പ്രതിരോധ സാമ്പത്തിക സഹകരണങ്ങളുണ്ട്. ഈ ബന്ധങ്ങൾ ഉപയോഗിച്ച് ഇന്ത്യയെക്കുറിച്ചുള്ള തെറ്റായ ധാരണകൾ തിരുത്താനായി സാധിക്കും. അടുത്തത് സന്തുലിതമായ നയമാണ്. ഇസ്രയേൽ ഫലസ്തീൻ വിഷയത്തിൽ ഇന്ത്യ തന്റെ സന്തുലിതമായ നിലപാട് കൂടുതൽ വ്യക്തമാക്കണം. ഇത് അറബ് ലോകവുമായുള്ള ബന്ധം വഷളാക്കാതെ നിലനിർത്താനായി സഹായിക്കും. ചരിത്രപരമായി ഫലസ്തീൻ ജനതയുടെ അവകാശങ്ങളെ പിന്തുണച്ച് ഇന്ത്യയുടെ നിലപാട് ആവർത്തിച്ച് വ്യക്തമാക്കുന്നത് ഈ സഖ്യത്തിന് ഇന്ത്യയോടുള്ള കാഴ്ചപ്പാടിൽ മാറ്റം വരുത്തിയേക്കാം. മൂന്നാമത്, പുതിയ സഖ്യങ്ങളിൽ പങ്കാളിയാവുക. ഇസ്രയേൽ, അറബ് രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള പുതിയ സാമ്പത്തിക പ്രതിരോധ സഖ്യങ്ങളിൽ പങ്കാളിയാകാൻ ഇന്ത്യക്ക് ശ്രമിക്കാം. ഉദാഹരണത്തിന്, ഇന്ത്യ, ഇസ്രയേൽ, UAE, US പോലെയുള്ള കൂട്ടായ്മകൾ ഇന്ത്യയുടെ നിലപാടുകൾ വ്യക്തമാക്കാൻ സഹായിക്കും. ഇത് മിഡിൽ ഈസ്റ്റിൽ ഇന്ത്യക്ക് ഒരു സന്തുലിത സാന്നിധ്യം ഉറപ്പാക്കാൻ സഹായിക്കും. കൂടാതെ ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി ഇന്ത്യക്കുള്ള പരമ്പരാഗത ബന്ധങ്ങളും ഈ സഖ്യത്തിന്റെ നീക്കങ്ങളെ മനസ്സിലാക്കാനും പ്രതിരോധിക്കാനും സഹായിക്കും. അടുത്തത്, പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക. ഏത് വെല്ലുവിളിയെയും നേരിടാൻ സൈനികമായി ശക്തമായ നിലപാട് സ്വീകരിക്കണം. ഇസ്രയേലിൽ നിന്നും മറ്റ് സൗഹൃദ രാജ്യങ്ങളിൽ നിന്നും പ്രതിരോധ സാങ്കേതിക വിദ്യകൾ ഇറക്കുമതി ചെയ്യുന്നതിനൊപ്പം തന്നെ ആഭ്യന്തരമായി പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനുള്ള പദ്ധതികൾക്ക് വേഗം കൂട്ടണം. ഖത്തറിലെ ഇസ്രയേൽ ആക്രമണം ഒരു വെടിനിർത്തൽ ചർച്ചയെ മാത്രം ബാധിക്കുന്ന ഒന്നല്ല. ഒരു പുതിയ അറബ് നാറ്റോ എന്ന ആശയം യാഥാർത്ഥ്യമായാൽ അത് ലോക രാഷ്ട്രീയത്തെ തന്നെ മാറ്റിമറിക്കും. പാകിസ്ഥാന്റെ വർദ്ധിച്ചു വരുന്ന സ്വാധീനവും ഇന്ത്യയുടെ ഇസ്രയേൽ ബന്ധങ്ങളും കണക്കിലെടുക്കുമ്പോൾ ഇന്ത്യക്ക് വളരെ സൂക്ഷ്മതയോടെയും ശക്തമായും നയങ്ങൾ രൂപീകരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? ഒരു അറബ് നാറ്റോ യാഥാർത്ഥ്യമായാൽ അത് ഇന്ത്യയെ എങ്ങനെയായിരിക്കും ബാധിക്കുക? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി. ന്യൂസ് ഡെസ്ക് IBN മലയാളം.